all these years you were setting goals in the wrong way. സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഗോൾസുകളൊക്കെ വേണമെന്നുള്ളത് എല്ലാവരും പറയും. പക്ഷെ അത് ആക്ച്വലി എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതും റിയലിസ്റ്റിക്കലി എങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ളതും ക്ലിയർ ആയിട്ട് ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. സോ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം 2026 നിങ്ങളെ ഗോൾസുകൾ നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതും അത് ആക്ച്വലി എങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ളതും. ഇഫ് യു ആർ ന്യൂ ഹിയർ, എൻ്റെ പേര് ഇഷാം. ഞാൻ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓലെ ബെസ്റ്റ് വേർഷൻ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, യൂട്യൂബിലൂടെ ടീച്ച് ചെയ്യുന്നു, അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ആയിട്ട് ഇടുന്നു, അതുപോലെ ന്യൂസ് ലെറ്റർ ആയിട്ട് റൈറ്റ് ചെയ്യുന്നു. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഹൗ നോർമൽ പീപ്പിൾ സെറ്റ് ഗോൾസ്. ഇപ്പോൾ ഞാൻ ആവറേജ് ആൾക്കാരെ ഉള്ളിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു മാസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗോൾസുകൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നറിയോ? ഇപ്പോൾ എൻ്റെ ഗോൾസ് ഫിറ്റ്നസ് ഗോൾസ് ആണെന്ന് വിചാരിക്കാം. 2026 ഞാനിപ്പോൾ ഒരു ഫാറ്റ് ആയ ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗോളാണ് 2026 എനിക്കൊരു 10 kg കുറയണം. അത്രേ ഉള്ളൂ. 10 kg വെയിറ്റ് ലൂസ് ചെയ്യണം. ഇനി ഞാൻ അത്യാവശ്യം സ്കിന്നി ആയിട്ടുള്ള ഒരാളാണ്, എൻ്റെ പോസ്ചറൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, സ്ട്രെങ്ത് ഒക്കെ കൂട്ടണം, കുറച്ചൊരു തടി വെക്കണം എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗോൾ എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 എനിക്കൊരു 5 kg കൂടണം. ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ ഫിംഗേഴ്സ് ക്രോസ് ചെയ്യുക, എന്നിട്ട് പിന്നെ 2026 മൊത്തം ജീവിക്കുക. എല്ലാം അവസാനം നല്ല രീതിയിൽ കലങ്ങി തെളിയും എന്നുള്ള വിശ്വാസത്തോടു കൂടി ജീവിക്കുക. ഇതാണ് ആക്ച്വലി അധികം ആൾക്കാരും ചെയ്യുക. ഇത് നമ്മൾ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയും. ഇപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിലും വിഷൻ ബോർഡ് ആണെങ്കിലൊക്കെ ഈ ഒരു ഭാഗത്തിനാണ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. വിഷൻ ബോർഡ് പിന്നെയും വർക്ക് ചെയ്യും, കാരണം എന്താ വെച്ചാൽ നമ്മളെ മുമ്പിൽ നമ്മളിങ്ങനെ കാണുകയാണ് ഡെയിലി എന്തൊക്കെയാണ് നമ്മളെ ഗോൾസ് എന്നുള്ളത്. അപ്പോൾ ആ സംഭവങ്ങൾ നമ്മളെ മൈൻഡിക്ക് റിമൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള വർക്ക് ഇടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ എന്നാലും ഇതിനൊക്കെ കുറച്ച് മിസ്സിങ് പീസസ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം ഹൗ ടു ആക്ച്വലി സെറ്റ് ഗോൾസ്. ഒന്ന് ഇമാജിൻ ചെയ്യാം, നിങ്ങളൊരു ഡിഫറെൻറ്റ് സ്റ്റേറ്റിലേക്ക് ട്രാവൽ ചെയ്യണം. സപ്പോസ് കേരളത്തിൽ നിന്ന് ഡൽഹിക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഡൽഹിയാണ് നിങ്ങളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലേ? അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോവാം, കോസ്റ്റ് ഹൈ ആയിരിക്കും, ബട്ട് ഈ ബന്ധോ പെട്ടെന്ന് എത്തും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിൽ പോവാം. ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ കോസ്റ്റ് കുറഞ്ഞു കിട്ടും, പക്ഷേ ഫ്ലൈറ്റിൻ്റെ പോലെ ആവില്ല, അത്ര സ്പീഡ് ഉണ്ടാവില്ല, കുറച്ച് ദിവസമൊക്കെ ട്രെയിനിൽ നിൽക്കേണ്ടി വരും. അതുപോലെ കംഫർട്ടിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ കംഫർട്ടിൻ്റെ കേസ് ഡൗട്ടാണ്. നമുക്ക് ടിക്കറ്റ് ഏത് ഇതിലാണ് കിട്ടുന്നതിനനുസരിച്ചിരിക്കും. ഇനി വേറൊരു ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾക്ക് സ്വന്തം കാർ എടുത്താണ്ട് ഡ്രൈവ് ചെയ്താണ്ട് പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും കംഫർട്ടിൻ്റെ കേസ് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും, കാരണം നമ്മൾ തന്നെ ഫുള്ള് ഡ്രൈവ് ചെയ്യണം. അതുപോലെ തന്നെ കോസ്റ്റും അത്യാവശ്യം കൂടുതലായിരിക്കും. ടൈമിൻ്റെ കേസിലും അതിൻ്റെതായ രീതിയിലുള്ള ഡിലേ ഉണ്ടാവും. ഇപ്പോൾ ഏതൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെയാണ്. ഇപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് എത്തണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തു, ബാക്കി വരുന്ന സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ എത്തും ഇല്ല. അതുപോലെ തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യണതിൽ 3 സ്റ്റെപ്സ് ഉണ്ട് ശരിക്ക്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എനിക്ക് 10 kg ലൂസ് ചെയ്യണം അല്ലെങ്കിൽ 5 kg ഗെയിൻ ചെയ്യണം എന്നുള്ളത് അതിൻ്റെ വെറും ഒരു സ്റ്റെപ്പ് മാത്രമാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ പാർട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഔട്ട്കം അല്ലെങ്കിൽ ഈ റിസൾട്ടിൽ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ഷൻസ് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പാർട്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആക്ഷൻസ് റിയലിസ്റ്റിക് ആണോ, നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുമോ, കംപ്ലീറ്റ്ലി നമ്മളെ ലൈഫിൽ നിന്ന് ഓപ്പോസിറ്റ് ആണോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ നമ്മളെ ഡെയിലി ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, നമ്മളെ റൂട്ടീൻ്റെ ഒരു ഭാഗമാക്കാൻ പറ്റും. ദാറ്റ്സ് എ തേർഡ് സ്റ്റെപ്പ്. ഞാനിതൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ 3 കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവും. ഫസ്റ്റ് വണ്ണ് ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് സെറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാണ് 2026 എൻ്റെ ബോഡി വെയിറ്റ് ഇപ്പോൾ 65 kg ആണ്. അപ്പോൾ 26 കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു 70 kg എത്തണം. അതും എങ്ങനെ, ഫാറ്റ് ആവാതെ. ദാറ്റ് മീൻസ് 5 kg ലീൻ മസിൽ മാസ് എനിക്ക് ഗെയിൻ ചെയ്യണം. ഓക്കെ, ഔട്ട്കം സെറ്റ് ചെയ്തു, റിസൾട്ട് സെറ്റ് ചെയ്തു. ഇനി രണ്ടാമതാണ് ഇതിലേക്ക് എത്താൻ ഒരാൾ എന്തൊക്കെ ആക്ഷൻസ് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരാൾ മസിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്. നമ്മളെ ബോഡിക്ക് നമ്മൾ എന്തുണ്ടാക്കി കൊടുക്കണം, ഹൈപ്പർട്രഫി ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മളെ ബോഡിനെ നമ്മൾ അറിയിച്ചു കൊടുക്കണം എന്ത്, ഇത്ര ഇറച്ചി പോരാ നമ്മളെ ശരീരത്തിൽ, നമുക്ക് കൂടുതൽ ഹെവി ആയിട്ടുള്ള വെയിറ്റ് പൊക്കാനുള്ളതാണ്. അപ്പോൾ ഈ എന്ത് ചെയ്യണം, അഡാപ്റ്റ് ചെയ്യണം, കൂടുതൽ മസിൽ ബിൽഡ് ചെയ്തുകൊണ്ട്. അത് തന്നെ ജസ്റ്റ് വീട്ടിലുള്ള കല്ലും പാറക്കല്ലൊക്കെ പൊന്നിച്ചിട്ട് കാര്യമില്ല. ഇതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്തിനെ കുറിച്ച് നോക്കണം, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കുറിച്ച് നോക്കണം. ആ ഫുഡിൻ്റെ കേസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഒരു ആൾമോസ്റ്റ് 2 ഗ്രാം പ്രോട്ടീൻ പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ് ഉള്ളിലേക്ക് എത്തണം. അതായത് ഇതിൻ്റെ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു 65 കിലോനുള്ള ആളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 70 kg ഒക്കെയാണ് ടാർഗറ്റ് ഗോൾ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ 2 ഗ്രാം പ്രോട്ടീൻ പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 130-140 ഗ്രാം ഓഫ് പ്രോട്ടീൻ ഡെയിലി ഞാൻ എന്ത് ചെയ്യണം, ഇൻജസ്റ്റ് ചെയ്യണം. ഇനി പ്രോട്ടീൻ കിട്ടിയാൽ മാത്രം പോരാ, അത് ഏന്ന് വരണം, ഒന്നുകൂടി ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വരണം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കടയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ചെയ്യാം, KFC കഴിക്കാം, എന്നിട്ട് 50 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ചിക്കൻ കറിയും അപ്പം കഴിച്ചിട്ടും 50 ഗ്രാം പ്രോട്ടീൻ കിട്ടും. പക്ഷേ ഐ ഷുഡ് ചൂസ് ദ ലേറ്റർ. വൈ? കാരണം എനിക്ക് അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലല്ല ബോഡി ബിൽഡ് ചെയ്യേണ്ടത്. ഇനി അത് മാത്രമല്ല, എല്ലാ ദിവസവും വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ
എൻ്റെ കാലറി എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ ഒരു സ്ലൈറ്റ് സർപ്ലസിൽ ഞാൻ കഴിക്കേണ്ടി വരും. ഒരു 100-200 കാലറി സർപ്ലസിൽ ഞാൻ കഴിക്കേണ്ടി വരും. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? സ്ലീപ്പിനെ കുറിച്ചും സ്ട്രെസ്സിനെ കുറിച്ചും അതുപോലെ സോഷ്യൽ ലൈഫിനെ കുറിച്ചും മൈൻഡ്ഫുൾ ആവണം. ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ ടിയർ ചെയ്തിട്ട് നല്ല ഫുഡും കഴിച്ചിട്ട് ഇനി ഇത് റീബിൽഡ് ചെയ്യാൻ ടൈം കൊടുക്കണ്ടേ? അപ്പോൾ ഈ റീബിൽഡും കാര്യങ്ങളും റിക്കവറൊക്കെ മെയിനായിട്ട് നടക്കുന്ന എവിടെയാണ്? സ്ലീപ്പിലാണ്. അപ്പോൾ ഏകദേശം എന്നെ സംബന്ധിച്ച് ഒരു 8-8.5 മണിക്കൂർ സ്ലീപ്പ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 8 മണിക്കൂർ സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പ് വരുത്തണം. രണ്ടാമത്താണ് സ്ട്രെസ്സിൻ്റെ കേസ്. അപ്പോൾ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ, അതുപോലെ നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യുക, ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് വരുത്തണം. ഇനി മൂന്നാമത്താണ് സോഷ്യൽ ഇവൻറ്റ്സ്. സോഷ്യൽ ഇവൻറ്റ്സിൻ്റെ കേസിൽ ടു മച്ച് പോവാതെ നോക്കണം. ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലീപ്പിനാണെന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്ന ഫുഡിനാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. പുറത്ത് പോയാണ്ട് നല്ല മന്തിയും ബിരിയാണിയും ഡെയിലി തട്ടിക്കഴിഞ്ഞാൽ ഫിറ്റ്നസിൻ്റെ കേസൊക്കെ ഒരു കഥകാരം. ഇപ്പോൾ ഞാൻ എന്തൊക്കെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തന്നു? എൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട്, എനിക്ക് വേണ്ട ഡിസൈഡ് റിസൾട്ട് ഞാൻ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ ചെയ്യേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണെന്നും പറഞ്ഞു തന്നു. ഇനി ഞാൻ മൂന്നാമത് നോക്കേണ്ടതാണ്, ഇത് റിയലിസ്റ്റിക് ആണോ, എന്നെ സംബന്ധിച്ച് ഇത് പ്രാക്ടിക്കൽ ആണോ, അതുപോലെ തന്നെ എൻ്റെ ഡെയിലി റൂട്ടീനിൽ ഇത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡെയിലി റൂട്ടീനിൽ എങ്ങനെ ഇത് കൊണ്ടുവരാൻ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്. എനിക്ക് രാവിലെ നേരത്തെ ഒരു 5 മണി 6 മണിൻ്റെ ഇടയിൽ എണീക്കണതാണ് ഇഷ്ടം. ഞാൻ നാച്ചുറലി അങ്ങനെയാണ് എണീക്കൽ. കുറേ കാലമായി അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ പഠിക്കുന്ന ടൈം തൊട്ട് ഈ ഒരു ടൈം എന്ന് പറയുന്നത് എന്തിനുള്ളതാണ് ഞാൻ യൂസ് ചെയ്യൽ? മെൻ്റൽ ടാസ്കുകൾ ചെയ്യാനുള്ളതാണ്. ഞാൻ വർക്കൗട്ടുകൾ ഇതിന് മുമ്പൊക്കെ ചെയ്ത് നോക്കിയാണ്. പക്ഷെ എന്നാലും ഇവിടെ എന്ത് ചെയ്യാം, ഞാൻ വർക്കൗട്ട് ചെയ്യാത്ത ഒരാളാണെന്നുള്ള രീതിയിൽ എൻ്റെ പുതിയ ഗോൾ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇമാജിൻ ചെയ്യാം. അപ്പോൾ രാവിലെ എൻ്റെ ശീലം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് മെൻ്റൽ ടാസ്കുകൾ ചെയ്യാനാണ്. അതായത് പഠിക്കുക, എഴുതുക, റിസർച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ വർക്കൗട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈവനിങ് കുറച്ച് ഫ്രീ ടൈം ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഞാൻ അത്യാവശ്യം റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. അപ്പോൾ ഒരു 5 മണിക്ക് ശേഷമോ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് അപ്പം ചെയ്യാം, ജിമ്മിലേക്ക് അപ്പം പോവാം. ആ ഒരു ടൈമിൽ എനിക്ക് വേറെ ടാസ്കുകളോ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ തന്നെ എൻ്റെ മെയിൻ ഇൻ്റലക്ച്വൽ വർക്കുകളൊക്കെ ഞാൻ ഫ്രണ്ട് ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വർക്കൗട്ടിൻ്റെ ടൈം സെറ്റായി. ഇനി പ്രോട്ടീൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ലാതെ കുക്ക് ചെയ്യാൻ അറിയില്ല, അതുപോലെ തന്നെ കുറേ കുക്ക് ചെയ്യാൻ ടൈമുമില്ല. അപ്പോൾ ഈ രണ്ട് സംഭവം സോൾവ് ചെയ്തുകൊണ്ട് എനിക്ക് എങ്ങനെ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റും? ഓക്കെ, എനിക്ക് മുട്ട കഴിക്കാൻ പറ്റും. ഒരു ദിവസം ഒരു 10 മുട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം 60 ഗ്രാം പ്രോട്ടീൻ അങ്ങനെ തന്നെ കിട്ടി, ഏകദേശം കേട്ടോ. അതന്നെ ഗിരിരാജൻ്റെ മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പുണ്ടാവും. അപ്പോൾ നമുക്കൊരു 60 ഗ്രാം ആൾമോസ്റ്റ് റൗണ്ട് ചെയ്യാം, 60 ഗ്രാം പ്രോട്ടീൻ അങ്ങനെ കിട്ടി. പിന്നെ ബാക്കി വീട്ടിലുണ്ടാക്കുന്ന മീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടി ഇതാക്കുമ്പോഴത്തേന് ഏകദേശം ഒരു 120-130 റൗണ്ട് എത്തും. അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ള കേസും ടൈം ഇല്ല എന്നുള്ള കേസും സോൾവ് ചെയ്യണം എങ്ങനെ വെച്ചാൽ, ഈ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്താണ്ട് കഴിക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല. അതിന് വല്ലാതെ കുക്ക് ചെയ്യാനൊന്നും അറിയണ്ട. അപ്പച്ചട്ടി എടുക്കുക, കാസ്റ്റ് അയണിൻ്റെ പാത്രം എടുക്കുക, ചൂടാക്കുക, വെളിച്ചെണ്ണ വരാ അല്ലെങ്കിൽ ബട്ടറിൻ്റെ പീസ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, എഗ്ഗ് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 5 രാവിലെ ഒരു 5 വൈകുന്നേരം 5 ഒക്കെ എന്നുള്ള രീതിയിൽ എഗ്ഗ് നല്ലോണം മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് പാരുക. എന്നിട്ട് ഇങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കുക. ആ ഒരു ക്രീമി ടെക്സ്ചറിൽ ചെറിയ ചെറിയ പീസ് എന്നുള്ള രീതിയിൽ സ്ക്രാമ്പിൾഡ് ആവണ വരെ ഇളക്കി കൊടുക്കുക, ഓഫാക്കുക, എടുക്കുക, കഴിക്കുക. സിമ്പിൾ. വല്ല ടൈമും വേസ്റ്റ് ആവണില്ല, കുക്ക് ചെയ്യാൻ വലിയ നോളജും വേണ്ട. അപ്പോൾ പ്രോട്ടീൻ്റെ കേസും ക്ലിയർ ആയി. ഇനി എനിക്ക് എൻ്റെ സ്ലീപ്പിൻ്റെ കേസ് നോക്കണം. ഇപ്പോൾ എനിക്കൊരിക്കലും നേരെ വർക്കൗട്ട് ചെയ്ത് വന്നാണ്ട് ഉറങ്ങാൻ വയ്ക്കൂല. അത് ഏതൊരാളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും ഓൾക്ക് അറിയുണ്ടാവും. നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തിന് നമ്മളെ ബോഡിയൊക്കെ അലേർട്ടായിരിക്കും, നമ്മളെ കോർട്ടിസോളൊക്കെ ഹൈ ആയിരിക്കും, സ്ട്രെസ് ഹോർമോണൊക്കെ ഹൈ ആയിരിക്കും. നമ്മൾ ലിഫ്റ്റ് ചെയ്ത് വന്നേക്കും ഇവൻ നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിലും ആ ഒരു പെട്ടെന്ന് ഉറക്കം വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി ഉറക്കം നമുക്ക് കിട്ടില്ല. വന്നു കഴിഞ്ഞാലും ക്വാളിറ്റി ഉറക്കം നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അവിടെ ഒരു 3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം ഉറങ്ങാൻ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്, ഒരു 5 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു 7 മണി വരെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോർമലി ഒരു 10 മണീൻ്റെ മുമ്പ് ഉറങ്ങുന്ന ആളാണ്. എന്നിട്ട് ഒരു 6 മണീൻ്റെ മുമ്പ് എണീക്കണം. അപ്പോൾ എനിക്ക് അവിടെ ഉറക്കം ഒരു 8 മണിക്കൂർ വിൻഡോ കിട്ടും ചെയ്യും. പിന്നെ ആ ഒരു 7 മണി വർക്കൗട്ട് കഴിഞ്ഞ് അപ്പോൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഉറങ്ങാൻ പോകുന്നത് വരെ ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്, ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതും സെറ്റായി. ഇനി പ്രോട്ടീൻ്റെ കേസ് സെറ്റായി, വർക്കൗട്ടിൻ്റെ കേസും സെറ്റായി, സ്ലീപ്പും കുഴപ്പമില്ല. ഇനി സോഷ്യൽ ഇവൻറ്റ്സ് വരികയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാം? പിന്നെ സംബന്ധിച്ച് എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യണം. അതായത് എനിക്ക് ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്യാനാണെങ്കിൽ പോലും എനിക്ക് ഫാറ്റ് ആവാൻ താല്പര്യമില്ല, എനിക്ക് മസിൽ മാസാണ് ഗെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ കണ്ണ് കണ്ടതൊക്കെ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഇവൻറ്റ്സ് എനിക്ക് എപ്പോഴും പോകാൻ പറ്റില്ല. എന്നാൽ എൻ്റെ ഒരു ഇത് വെച്ചാണ് ഞാൻ പറയാം, വീക്കിലി വൺസൊക്കെ എനിക്ക് പോവാം. ഓക്കെ, അപ്പോൾ വീക്കിലി വൺസ് പോവുകയാണെങ്കിൽ തന്നെ എന്തൊക്കെയാണെന്ന് നോക്കണം. എൻ്റെ സ്ലീപ്പ് ഷെഡ്യൂളും വർക്കൗട്ട് ഷെഡ്യൂളും വല്ലാതെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള സോഷ്യൽ ഇവൻറ്റ്സ് അധികം ഞായറാഴ്ചകളിലൊക്കെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എന്തുണ്ടെങ്കിൽ വർക്കൗട്ട് അന്ന് ഉണ്ടാവില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. പിന്നെ ഉള്ളത് സ്ലീപ്പാണ്. അപ്പോൾ രാത്രി ഓവറായിട്ട് ലേറ്റ് ആവുന്ന രീതിയിലുള്ള പരിപാടികളുണ്ടല്ലോ, അങ്ങനത്തെ പരിപാടികൾ, ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാൻ പോകണം, അങ്ങനത്തെ പരിപാടികൾ ലേറ്റ് നൈറ്റിൽ ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കാം. ഓക്കെ, അതല്ലാതെ ഉച്ചക്കും വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാവുന്ന എൻഗേജ്മെൻറ്റും മാരേജസും അല്ലെങ്കിൽ അതല്ലാതെ സൽക്കാരും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. അത് എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്യില്ല. അതും വീക്കിലി വൺസ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ
ആ ഒരു 6 ദിവസവും ഞാൻ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. ആ ഒരു ദിവസമൊക്കെ അല്ലേ ഫാസ്റ്റ് ഫുഡ് വരുന്നുള്ളൂ. അതും ചിലപ്പോൾ ഒരു നേരത്തേക്കൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു രീതിയിൽ ഒരു 80-20 എന്നുള്ള രീതിയിൽ സെറ്റ് ഓഫ് ചെയ്യും. അതുപോലെ തന്നെ പുറത്തുനിന്ന് കഴിക്കുന്ന കേസാണെന്നുണ്ടെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, ഒരു 80% വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു 20% എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് എനിക്ക് ലീവ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ എൻ്റെ ഡെയിലി റൂട്ടീനിൽ ഈ സംഭവങ്ങളൊക്കെ എനിക്ക് പ്രാക്ടിക്കൽ ആണെന്ന് തോന്നി. ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്യുന്നതാണ്, അതുകൊണ്ട് എനിക്കറിയാം ഇത് പ്രാക്ടിക്കൽ ആണെന്നുള്ളത്. അത് ഞാൻ എങ്ങനെ എൻ്റെ റൂട്ടീനിൽ ഇൻകോപ്പറേറ്റ് ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും, കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും, സൈഡ് ഹസിലാണെങ്കിലും, പുതിയ സ്കില്ല് പഠിക്കുകയാണെങ്കിലും, ഹാബിറ്റ് കൊണ്ടുവരികയാണെങ്കിലും ഒക്കെ ഈ ഒരു 3 സ്റ്റെപ്പുകൾ ഓർമ്മയിൽ വെക്കുക. ആദ്യം ഔട്ട്കം തീരുമാനിക്കുക, റിസൾട്ട് തീരുമാനിക്കുക. 2, ഈ റിസൾട്ടിലേക്ക് എത്താൻ നോർമലി എന്തൊക്കെ ആക്ഷൻസ് ചെയ്യണം എന്നുള്ളതും. 3-മത്തത്, ഇത് എനിക്ക് പ്രാക്ടിക്കബിൾ ആണോ, ആണെങ്കിൽ അതെങ്ങനെ എൻ്റെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യം നോക്കുക. ഈ വീഡിയോൻ്റെ അവസാനം വരെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ബോണസ് ടിപ്പുകളും കൂടി പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് വണ്, ഒരുപാട് ഗോൾസ് ഒരേ സമയം സെറ്റ് ചെയ്യരുത്. മാക്സിമം ഒരു 3 പ്രയോറിറ്റി, അതന്നെ ഓർഡർ വൈസിൽ പ്രയോറിറ്റി വൈസിൽ സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ എൻ്റെ കേസിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ബിസിനസ്, കണ്ടൻറ്റും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയും അതുപോലെ ന്യൂസ് ലെറ്ററും അതുപോലെ ഇൻസ്റ്റഗ്രാമും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ വിടും, ബിസിനസ്സിൽ വിടും എന്നെ സംബന്ധിച്ച്. ഇനി 2-മത്തെ സാധനമാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്, സോഷ്യൽ സ്കിൽസ്. അപ്പോൾ 2-മത്തെ പ്രയോറിറ്റി സോഷ്യൽ സ്കിൽസ്. 3-മത്തെ പ്രയോറിറ്റി ഫിറ്റ്നസ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ സബ് കാറ്റഗറീസ് ഉണ്ടാവും. അപ്പോൾ ഫിറ്റ്നസ് ആണെങ്കിലും ഡയറ്റും സ്ലീപ്പും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ആ ഒരു മേജർ ഏത് ബക്കറ്റിൻ്റെ ഉള്ളിലാണ് വിടുക എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കാം. ഇപ്പോൾ ഒറ്റൊന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ സംബന്ധിച്ച് 3 ഉണ്ട്, മാക്സിമം ഒരു 3 വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 1, 2, 3 എന്നുള്ള രീതിയിൽ പ്രയോറിറ്റി കൊടുക്കുക. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് എങ്ങനെ നമ്മൾ ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഓപ്ഷൻ വരികയാണ്, ഈ 3 ഏതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ചെയ്യുക. അതിനാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, എനിക്കൊരു ദിവസം ഇപ്പോൾ ഇന്ന് ഡെഡ് ലൈനും കാര്യങ്ങളൊക്കെയാണ്, നാളെ ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീൻ്റെ ഒരു പുതിയ കൊഹോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇന്ന് എനിക്ക് ഏകദേശം ഒരു ഫുൾ ഡേ എനിക്ക് വർക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് സിസ്റ്റത്തിൽ ഇരുന്നാണ്ട് ഓരോ കാര്യങ്ങൾ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, കമ്മ്യൂണിറ്റി കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ടി വരും, പുതിയ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ചിലപ്പോൾ ജിമ്മിൽ പോകാനും നേരം ഉണ്ടാവില്ല. അതുപോലെ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങാനോ അല്ലെങ്കിൽ വേറെ സോഷ്യൽ ഇവൻറ്റിനോ പോകാനോ ടൈം ഉണ്ടാവില്ല. ബട്ട് ഇറ്റ് ഈസ് ഓക്കെ. കാരണം എന്താ, എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി പറയുന്നത് കണ്ടൻറ്റ് അല്ലെങ്കിൽ ബിസിനസ്സാണ്. അപ്പോൾ ഈ ബിസിനസ്സിനെ സമയമുള്ളൂ, ബാക്കി രണ്ടിനും സമയമില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇത് ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. ഇനി കണ്ടൻറ്റ് കാര്യം ടേക്ക് കെയർ ചെയ്തു, കണ്ടൻറ്റിൻ്റെ കാര്യം ആ ഒരു ടൈമിൽ അത് കഴിഞ്ഞു. ഇനി എനിക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിറ്റ്നസ് അല്ലെങ്കിൽ സോഷ്യൽ ഇവൻറ്റ്. ഇതിന് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പോവാം. അതായത് ജിമ്മുക്ക് പോവാം അല്ലെങ്കിൽ സോഷ്യൽ ഇവൻറ്റിന് പോവാം. രണ്ടും ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ 2-മത്തെ പ്രയോറിറ്റി എന്താണ്, സോഷ്യൽ സ്കിൽസാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാൻ സോഷ്യൽ ഇവൻറ്റിലേക്ക് പോലാണ് അവിടെ തിരഞ്ഞെടുക്കുക. മനസ്സിലായോ? 3-മത്തെ പ്രയോറിറ്റിയാണ് ഫിറ്റ്നസ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഫിറ്റ്നസ് എന്ന് പറയുന്നത് എന്തല്ല, എനിക്ക് ഇന്നതാവണം, ഇന്ന രീതിയിൽ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഗോളില്ല. പകരം കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അത്യാവശ്യം ജിമ്മിൽ പുഷ് ചെയ്യുക. പക്ഷേ ഫസ്റ്റത്തെ 2 കാര്യങ്ങൾക്കായിരിക്കും അതിനെക്കാട്ടും കൂടുതൽ പ്രയോറിറ്റി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പകരം നിങ്ങൾ ഒരുപാട് സാധനങ്ങൾക്ക് ഒപ്പം പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ആലോചിച്ച് നിങ്ങളെടുത്ത ഒരു പാട്ടയിൽ 500 ml വെള്ളമുണ്ട്, നിങ്ങളെടുത്ത് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 ഗ്ലാസ് ഉണ്ട് വിചാരിക്കാം. ഓരോ ഗ്ലാസ്സിലേക്കും നിങ്ങൾക്ക് ഒരു 50 ml വെച്ചാണ്ട് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ 50, 50, 50 അങ്ങനെ 10 ഗ്ലാസ്സിലാകുമ്പോൾ 500 ml ആവും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഗോൾ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കൊക്കെ കുറച്ച് ഫോക്കസ് അല്ലെങ്കിൽ എനർജി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേസമയം ഞാൻ പറഞ്ഞ പോലെ 1, 2, 3 കൊള്ളുന്നുണ്ടെങ്കിൽ ഈ ഒരു 500 ml സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൻ്റെ ആൾമോസ്റ്റ് ഫുള്ള് വരെ കൊടുക്കാം. അതായത് നിങ്ങളെ എനർജി അല്ലെങ്കിൽ നിങ്ങളെ ഫോക്കസ് ആ ഗോളിന് ഫുള്ള് കൊടുക്കാമെന്നർത്ഥം. ഇനി 2-മത് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു പോയിൻ്റാണ്, ഒരു ദിവസം നിങ്ങളൊരു 30 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങളെ മെയിൻ പ്രയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളിന് വേണ്ടിയിട്ട് ഒരു ദിവസം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ തന്നെ വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ഇറ്റ് ക്യാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് യുവർ ലൈഫ്. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 1 ഹവർ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു 4% കൊള്ളൂ. ആ ഒരു ദിവസത്തിൻ്റെ 4% വരുന്നുള്ളൂ. പക്ഷേ ഒരു വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 മണിക്കൂർ നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ, വർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് 365 ഹവേഴ്സാണ്. ആൻഡ് അധികം ആൾക്കാർക്കും അത്രയും ദിവസം, ഈവൻ അത് കുറച്ചാണെങ്കിൽ പോലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ഇടാനുള്ള പേഷ്യൻസ് ഇല്ല. സോ അങ്ങനെ ചെയ്താൽ തന്നെ നമ്മൾ വിൻ ചെയ്യാനുള്ള ചാൻസ് എത്രയോ മുകളിലെത്തും. ഇനി അടുത്തൊരു പോയിൻ്റാണ്, നെവർ എവർ കംപ്ലീറ്റ്ലി പാക്ക് യുവർ ഡേ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടാവും. എൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ന്യൂസ് ലെറ്ററൊക്കെ വായിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ മോട്ടിവേറ്റഡ് ആയിക്കാണ്ട് ഞാൻ എൻ്റെ ലൈഫ് മൊത്തം ചേഞ്ച് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞാണ്ട് രാവിലെ മുതൽ രാത്രി വരെ ഫുൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഹാബിറ്റ് വെച്ചാണ്ട് പാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്താൽ ഫെയിലിയർ ഗ്യാരണ്ടീഡ് ആണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു ലൈഫിനനുസരിച്ച് ആ ഒരു ഫ്ലോക്ക് അനുസരിച്ച് ഇങ്ങനെ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത ഒരാളാണ്, പെട്ടെന്ന് ഒരു ദിവസം എല്ലാം കൂടെ മാറ്റാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ രാവിലെ 5 മണിക്ക് എണീക്കുന്നു, പിന്നെ 1 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യുന്നു, പിന്നെ 1 മണിക്കൂർ റീഡ് ചെയ്യുന്നു, പിന്നെ ജിമ്മിലേക്ക് പോകുന്നു, പിന്നെ ക്ലീൻ ഡയറ്റേ കഴിക്കുന്നുള്ളൂ, പിന്നെ സോഷ്യൽ മീഡിയ എടുക്കുന്നില്ല, പിന്നെ
ബിസിനസ്സിന് 1 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങണ വരെ ഇങ്ങനെ ചെയ്താണ്ട് എന്നിട്ട് പറയുന്നത് 8-8.5 മണിക്കൂർ ഉറങ്ങും. ഒക്കെ ഒക്കെ പക്ക പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തു. 1 മിനിറ്റ് പോലും അതിൻ്റെ ഇടയിൽ ഫ്ലക്ച്വേഷന് ടൈം കൊടുക്കാതെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ രാവിലെ തന്നെ നിങ്ങൾ എണീക്കുമ്പോൾ അലാറം അടിക്കും കേട്ടോ. അതുവരെ ഒക്കെ സെറ്റ് ആയിക്കാരം. അലാറം അടിക്കുമ്പോൾ ഒരു 5 മണിക്ക് അലാറം അടിക്കുമ്പോൾ ഇനിയിപ്പോൾ 1 മണിക്കൂർ ഉറങ്ങാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ അലാറം ഓഫാക്കും. അങ്ങനെ അലാറം ഓഫാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, രാവിലെ നമ്മൾ വെച്ച ഫസ്റ്റ് കോൾ തന്നെ കോളായി. പിന്നെ അതെന്താവും, ഒരു ഡൗൺവേർഡ് സ്പൈറൽ എന്നുള്ള രീതിയിൽ അടുത്തൊക്കെ കോളാവും. അങ്ങനെ അത് എൻഡ് ഓഫ് ദി ഡേ ഒന്നും ചെയ്യാതെ എന്നിട്ട് പിന്നെ നിങ്ങളോട് തന്നെ നിങ്ങൾ പ്രൂവ് ചെയ്യാണ് എന്ത്, ഇന്നൊന്നിനും പറ്റൂല, ഇന്നൊന്നിനും കൊള്ളൂല എന്നുള്ളത്. അപ്പോൾ അത് മറ്റിനെക്കാട്ടും നമ്മളിപ്പോൾ ഓൾറെഡി ജീവിച്ച ലൈഫിനെക്കാട്ടും പ്രശ്നമാണ്. കാരണം നമ്മളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാലും പിന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തൊരു പോയിൻ്റാണ്, എപ്പോഴും ഒരു ടൈം വെക്കുക. എന്തിനു വേണ്ടിയിട്ട്? റിവ്യൂ ചെയ്യാൻ, റിഫ്ലക്റ്റ് ചെയ്യാൻ, അതുപോലെ ഇറ്ററേറ്റ് ചെയ്യാനും. വീക്കിലിയോ മന്ത്ലിയോ ഇയർലിയോ ഒക്കെ എന്ത് ചെയ്യുക, ഒരു ദിവസം സെലക്ട് ചെയ്യുക. ലാസ്റ്റ് ദിവസം, ഒരു വീക്കിൻ്റെ ലാസ്റ്റ് ദിവസം, അതുപോലെ ഒരു മന്തിൻ്റെ ലാസ്റ്റ് ദിവസം, ഒരു ഇയറിൻ്റെ ലാസ്റ്റ് ദിവസം, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം എന്താണ് മെച്ചപ്പെട്ടത്, അതിന് മുമ്പത്തെ വർഷമോ അല്ലെങ്കിൽ ആഴ്ചയോ അല്ലെങ്കിൽ മന്തോ വെച്ചാണ് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മെച്ചപ്പെട്ടു, എന്തൊക്കെ കാര്യങ്ങളപ്പോൾ മോശമായത്, ലൈഫ് സ്റ്റൈൽ മോശമായത്, എന്തൊക്കെ കാര്യങ്ങൾ മെച്ചപ്പെട്ടത് എന്നുള്ളത് നോക്കാം. ഇനി എന്തൊക്കെ മാറ്റം വരുത്താനുള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മൾ പോകുന്ന പാത്തിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ടൈം വെക്കുക. ഇനി നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്ത് ഗോൾ സെറ്റ് ചെയ്യണം, എവിടുന്ന് തുടങ്ങണം എന്നൊരു ഇതും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങളെ ഹെൽത്തിയസ്റ്റ് ആൻഡ് ഹാപ്പിയസ്റ്റ് വേർഷൻ ആവുക എന്നുള്ളതാണ്. നിങ്ങൾ പല റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അത് ശരിയാണ്. നമ്മളിപ്പോൾ കെയോട്ടിക് ലൈഫിലൂടെയാണ് പോകുന്നത്, ആകെ അലങ്കോലായ ലൈഫിലൂടെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലാരിറ്റി ഉണ്ടാവില്ല, നമുക്ക് എന്താ വേണ്ടതെന്നൊന്നും ഒരു സംഭവം നമുക്ക് അറിയണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മളെ ഹെൽത്തും അതുപോലെ തന്നെ നമ്മളെ ഹാപ്പിനെസ്സിനും പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ സ്ലീപ്പും നിങ്ങളെ ഫിറ്റ്നസ്സും നിങ്ങളെ ഫുഡിൻ്റെ കേസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ഇങ്ങനെ സ്ട്രക്ചർ ആവാൻ തുടങ്ങും. നിങ്ങൾ പതുക്കെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്ത് തുടങ്ങും. ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് തന്നെ പ്രൂവ് ചെയ്യുകയാണ് എന്ത്, എനിക്കൊരു കാര്യം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ നിങ്ങൾ പതുക്കെ പല കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഓരോന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് നിങ്ങളെ ഹെൽത്തിയസ്റ്റ് ആൻഡ് ഹാപ്പിയസ്റ്റ് വേർഷൻ ആവുക എന്നുള്ള. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആക്ച്വലി വാല്യുബിൾ ആയി എന്നുണ്ടെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു AI പ്രോംപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, നിങ്ങൾ ഒറ്റയ്ക്ക് ഗോൾസ് സെറ്റ് ചെയ്യണമെങ്കാട്ടും ബെറ്റർ ആയിട്ട് നിങ്ങളെ ലൈഫ് ഒന്ന് അനലൈസ് ചെയ്ത് നല്ല ഗോളുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോംപ്റ്റാണ്. അപ്പോൾ അത് ഞാനൊരു PDF ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ടൈമും എഫേർട്ടൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ളത് ഇത്രേ ഉള്ളൂ. ആ ഒരു PDF മൊത്തം ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് ChatGPT കൊടുക്കുക, സെൻഡ് അടിക്കുക. അതല്ല നിങ്ങൾ ആ PDF കൊടുക്കുക, ChatGPT അപ്ലോഡ് ചെയ്തിട്ട് അത് സെൻഡ് കൊടുക്കുക. അപ്പോൾ ChatGPT നിങ്ങളോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ഓണസ്റ്റ് ആയ ആൻസേഴ്സ് കൊടുക്കുക. അതിനനുസരിച്ച് നല്ലൊരു ഗോള്, നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗോൾസുകൾ ChatGPT നിങ്ങളെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും 2026. അപ്പോൾ ആ ഒരു PDF ഞാൻ ആകെ ഒരു 9 രൂപ കൊടുക്കണുള്ളൂ, പ്രൈസ് കൊടുക്കണുള്ളൂ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ is helpful for you guys. See you in the next video.